അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശവ്വാൽ മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ പള്ളികളിൽ ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ ഈ വെള്ളിയാഴ്ച ഓതുന്ന ഖുത്ബയുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ പള്ളിയിൽ ചെന്ന് ഉസ്താദ് ഖുത്ബ ഓതുമ്പോൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഗൗരവാവസ്ഥ ബോധ്യപ്പെടാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചത്തെ ഖുത്ബയുടെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്: സ്വന്തം സത്തയ്ക്ക് ശേഷിപ്പിനെ തിരഞ്ഞെടുക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. മുഹമ്മദ് നബിയിലും അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ. ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. അകൽച്ചയുടെ പരിചകളെ നിങ്ങൾ ദുനിയാവിന് ധരിപ്പിക്കുക. അതിൽ വെച്ച് ബുദ്ധിമാന്മാരുടെ വഴികൾ നിങ്ങൾ പ്രവേശിക്കുക. വിചാരണാ ദിനത്തിന് വേണ്ട ഭക്ഷണമായി തെക്കുവയെ നിങ്ങൾ ശേഖരിക്കുക. ദുനിയാവിൻ്റെ ഗുണപാഠങ്ങളെ അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. സൂചിപ്പിക്കുകയല്ല ചെയ്തത്. അതിൻ്റെ വിപത്തുകളിലൂടെ നിങ്ങളെ അത് നയിച്ചിട്ടുണ്ട്. അത് ദുർബലമായിട്ടില്ല. നിങ്ങളെക്കൊണ്ട് അത് എത്ര പ്രവർത്തിക്കുമെന്നതിന് മാതൃകയായി നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ അത് പെട്ടെന്ന് ആക്രമിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കുറഞ്ഞ വചനങ്ങൾക്ക് പകരം കണ്ണുകൾ കൊണ്ട് ദർശിച്ച് നിങ്ങൾ തൃപ്തിയടയുക. വർത്തമാനത്തിന് പകരം കണ്ടു മനസ്സിലാക്കുക. ദുനിയാവിൻ്റെ കുഴപ്പം വരുത്തലിനെക്കുറിച്ച് നിങ്ങൾ ശക്തമായ ഭയം നിലനിർത്തുന്നതാവുക. നീണ്ട യാത്രയ്ക്ക് മതിയായ ഭക്ഷണം നിങ്ങൾ ശേഖരിക്കുക. അതിൽ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചരിത്രങ്ങളുടെ വഴിയെ നിങ്ങളുടെ കഥകളാക്കുക. അവരുടെ ചരിത്രങ്ങൾ നിങ്ങൾ പരസ്പരം പറയുക. കാലം അവരെ കൊണ്ട് പ്രവർത്തിച്ചതിൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ കറക്കുക. സുരക്ഷിതമായ കോട്ടകൾ ഉടമയാക്കിയവർ എവിടെ? ഉയർന്ന വീടുകൾ ഉടയവരും അത്ഭുതങ്ങളായ കെട്ടിടങ്ങൾക്ക് ഉടയവരും വിശാലമായ മുറ്റങ്ങൾക്ക് ഉടയവരും സുഖജീവിതം അനുഭവിക്കുന്ന മുഖങ്ങൾക്ക് ഉടയവരും ബഹുമാനിക്കപ്പെടുന്ന സ്ഥലങ്ങൾക്ക് ഉടമയായവരും ആഗ്രഹിച്ചവരെ ദീർഘിപ്പിച്ചവരും എവിടെ? സാവകാശമാക്കലിനെ രുചിച്ചവർ എവിടെ? പ്രവർത്തനത്തെ നീട്ടിവെക്കലിനെ രുചിച്ചവർ. ഭൃത്യരും അടിമകളും ധാരാളമുണ്ടായിരുന്നവർ, സുരക്ഷിതമായി സംരക്ഷകരാൽ മറഞ്ഞിരിക്കുന്നവർ. ഗംഭീരനായ സുഖലോലുപൻ എവിടെ? സൂക്ഷ്മതയുള്ള ബുദ്ധിമാന്മാർ എവിടെ? വാക്ചാതുര്യമുള്ള പ്രാസംഗികർ എവിടെ? കേൾക്കപ്പെടുകയും കാണപ്പെടുകയും ചെയ്തിരുന്നവർ എവിടെ? മാന്യതയുടെ സ്വഭാവങ്ങൾ ഒത്തിണങ്ങിയവർ എവിടെ? ചിന്നിച്ചിതറലാകുന്ന ഒലിക്കുന്ന മേഘങ്ങൾ അള്ളാഹുവാണേ സത്യം അവരിൽ വർഷിച്ചു. ആകസ്മികമായ വിപത്തുകളാകുന്ന പക്ഷികൾ അവരിൽ വട്ടമിട്ട് പറന്നു. ഇളക്കിമറിക്കുന്ന കാറ്റുപോലുള്ള മരണങ്ങൾ അവരിൽ അടിച്ചു വീശി. വിജനമായ മരുഭൂമി, ഖബറുകൾ അവരെ വിഴുങ്ങി. അവർ കാലത്തിൻ്റെ നെഞ്ചുകൾക്കുള്ളിൽ ശാന്തമായി ഭയപ്പെട്ട് നിലകൊള്ളുന്നവരാണ്. കൊതിയോ ആഗ്രഹമോ ഇപ്പോൾ അവരിലില്ല. അവർ കഴിഞ്ഞു പോയവരിൽ ചരിത്രങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ശേഷിച്ചിരിക്കുന്നവർക്ക് ഗുണപാഠങ്ങളുമായിട്ടുണ്ട്. വിപത്തുകൾ അവരുടെ അനുഗ്രഹങ്ങളുടെ രേഖകളെ മായ്ച്ചു കളഞ്ഞു. മരണങ്ങൾ അവരുടെ ആഗ്രഹങ്ങളെ ചുരുട്ടിക്കളഞ്ഞു. അപ്പോൾ അവരുടെ വീടുകൾ മുറ്റങ്ങളിൽ നിന്നും ആളൊഴിഞ്ഞവയാണ്.
അവരുടെ സന്തോഷ വാർത്തകൾ വിപത്തുകളുടെ കത്തിയേരിയലാണ്. അവരുടെ അവശിഷ്ടങ്ങൾ ഖേദങ്ങളിൽ നിലകൊള്ളുന്നവയാണ്. അവരുടെ സ്മരണ കണ്ണുനീരുകളെ ഒലിപ്പിക്കുന്നതാണ്. ഗുണപാഠമാക്കപ്പെട്ടതിനെ ഓർത്ത് കരയുന്നവരുണ്ടോ? വർത്തമാനത്തിന് പകരം കാഴ്ച കൊണ്ട് മതിയാകുന്നവരുണ്ടോ? ഈ വീടിൻ്റെ അഥവാ ദുനിയാവിൻ്റെ ചീത്തയായ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനുണ്ടോ? നോക്കുന്നവൻ നോക്കപ്പെടുന്നവൻ അഥവാ മയ്യിത്താവുകയും മറമാടുന്നവൻ മറമാടപ്പെടുന്നവനാവുകയും മെച്ചപ്പെട്ടവ കണ്ണുനീരാവുകയും പ്രസന്നത ദുഃഖമാവുകയും പാഠം ഉൾക്കൊള്ളുന്നവൻ മറ്റുള്ളവർക്ക് ഗുണപാഠമാവുകയും ചിന്തിക്കുന്നവൻ ചിന്താവിഷയമാവുകയും ശ്വാസോച്ഛ്വാസം ഇല്ലാതാവുകയും ശിക്ഷകൾ ഇറങ്ങുകയും അനുഗ്രഹങ്ങൾ അറ്റുപോവുകയും പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന പേനകൾ വറ്റിപ്പോവുകയും നെഞ്ച് ഉയരുകയും കാര്യം അടുക്കുകയും ശ്വാസകോശം വീർക്കുകയും യാത്ര അസ്വസ്ഥമാവുകയും ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ ഉണ്ടോ? എന്തിന്? പുനർജന്മവും മഹിശറ ദിനവും അഭിമുഖീകരിക്കാൻ വേണ്ടി. അന്ന് സമ്പാദ്യം ഉപകരിക്കില്ല, മടക്കസ്ഥാനം രക്ഷപ്പെടുത്തുകയില്ല. ഓരോരുത്തരുടെയും അവസ്ഥ അവരെ പ്രതിരോധിക്കുന്നതിന് പര്യാപ്തമല്ല. സംസാരം കേൾക്കപ്പെടുകയില്ല. അവർ അന്ത്യദിനത്തിലെ മൈതാനത്തിൽ കീഴടക്കപ്പെട്ടവരായി ഒരുമിച്ച് കൂട്ടപ്പെടും. ഖബറുകളിൽ നിന്നും നഗ്നരും പൊടിപുരണ്ടവരുമായി ഒരുമിച്ച് കൂട്ടപ്പെടും. സംഭവിക്കുന്ന കാര്യത്തെ പ്രതീക്ഷിക്കുന്നവരായി അവർ മുട്ടുകുത്തിയിരിക്കും. അവർ മാർഗദർശനം ലഭിക്കുന്നവരോ ഒഴിവ് കഴിവുകൾ സ്ഥാപിക്കാൻ കഴിയുന്നവരോ അല്ല. പരിഭ്രമം അവരെ ഉൾക്കൊണ്ടിരിക്കുന്നു. ഒരു ശരീരവും മറ്റൊന്നിനെ അറിയുന്നതല്ല. അള്ളാഹുവിന് വേണ്ടി ശബ്ദമെല്ലാം താഴ്ന്നിട്ടുണ്ട്. ഒരു നുടിച്ചിലിനെയല്ലാതെ നീ കേൾക്കുകയില്ല. ആ ദിവസത്തിലെ ഭീകരതകൾ അതിജീവിക്കാൻ നമ്മെ അള്ളാഹു സഹായിക്കട്ടെ. ഒഴിഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം വിശേഷണങ്ങൾ ഉള്ളവൻ്റെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കം തറകൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅ്മത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. എത്രയാണവർ ഉപേക്ഷിച്ചു പോയത്! തോട്ടങ്ങളാലും അരുവികളാലും കൃഷികളാലും മാന്യമായ വാസസ്ഥലത്താലും സുഖസൗകര്യത്താലും അവർ അതിൽ സുഖിയന്മാരായിരുന്നു. അപ്രകാരം വേറെ ഒരു ജനതയ്ക്ക് നാം അവയെ അനന്തരാവകാശമാക്കുകയും ചെയ്തു. എന്നിട്ട് അവരുടെ പേരിൽ ആകാശവും ഭൂമിയും കരഞ്ഞില്ല. അവർ കാലതാമസം നൽകപ്പെട്ടവരായതുമില്ല. സൂറത്ത് ദുഖാൻ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.